So hey everyone, welcome back to the channel. നമ്മുടെ AI with J എന്ന് പറഞ്ഞ സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡ്. സോ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് മോർണിംഗ് ആണ്. അപ്ലോഡ് ചെയ്യുന്നത് പറഞ്ഞ പോലെ തന്നെ ഈവനിങ് ഒരു ടൈം ഒക്കെ ആയിരിക്കും. സോ നമുക്കിന്ന് കുറച്ച് ന്യൂസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമത്തെ ഭാഗത്ത് കുറച്ച് ന്യൂസ് ഉണ്ട്. പിന്നെ കുറച്ച് IPOs ലിസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ സ്പേസ് എക്സിന്റെ IPO ഏകദേശം ലിസ്റ്റ് ആയി എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റോയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ന്യൂസ് ഉണ്ട്. ആൻഡ് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ക്ലോഡിന് പ്രാന്തായി തോന്നുന്നു. ഇപ്പോൾ മിത്തോസ് അല്ലാതെ മിത്തോസിന്റെ ഒരു കുറച്ചും കൂടി ഒരു ലോ ലെവൽ മോഡൽ എടുത്തിട്ടുണ്ട്. അതായത് റീസെന്റായി വന്നതിൽ വെച്ചുള്ള ക്ലോഡ് ഒപ്പസ് 4.0 വന്നിട്ടുണ്ടല്ലോ. അതിന്റെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ഭയങ്കര ലൈക്ക് അത്രയും ഒരു ഹൈപ്പ് കൊടുന്ന സംഭവം, ഹൈപ്പല്ല, ഐ മീൻ അത്രയും ഒരു പൊട്ടൻഷ്യൽ ഉള്ള സംഭവം ഇറക്കിയിട്ട് വിത്തിൻ 1 വീക്കോ 1.5 വീക്ക് ആയിട്ടുള്ളൂ അവരിപ്പോൾ അടുത്ത മോഡൽ ഇറക്കി. സോ നമുക്ക് അതൊക്കെ നോക്കാം. സോ വീഡിയോ ഫസ്റ്റ് കാണുന്നവർ താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നമ്മുടെ ഒരു AI ഇൻഫർമേഷൻസ് ഗെയിൻ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞ പരിപാടിയാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ബാക്ക് ടു വീഡിയോ. ഫസ്റ്റ് തന്നെ NVIDIA ന്യൂസ് ഉണ്ട്. കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ NVIDIA കുറച്ച് ആ ഒരു കമ്പ്യൂട്ടർ 2026 എന്ന് പറഞ്ഞ ഇവന്റിൽ കുറച്ച് അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, വിച്ച് ഈസ് ലിറ്ററലി ഇൻസെയിൻ. അപ്പോൾ ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട്. അതിന്റെ കുറച്ച് മെയിൻ ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാണുള്ളത് കരുതാപ്പിയാൽ മതി. നല്ല സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അതായത് AI PC ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒന്ന് ഹ്യൂമനോയിഡ് റോബോട്ട്സും, അതുപോലെ തന്നെ മറ്റേ RTX ആ ഒരു ലാപ്ടോപ്പ്, മറ്റേ ആ ഒരു RTX സ്പാർക്ക് എന്ന് പറഞ്ഞ സംഭവം, അതുപോലെ തന്നെ ഈ ലോക്കൽ AI, അതാണ് എനിക്ക് കുറച്ചുകൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ പരിപാടി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലുണ്ട്, വീഡിയോ ഉണ്ട്, ചെക്കൗട്ട് ചെയ്യാം. അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് പരിപാടി ഇൻസ്റ്റാഗ്രാമിന്റെ പുതിയ അപ്ഡേറ്റ് എല്ലാവരും കണ്ടു വിചാരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം Pro പ്ലസോ ഇൻസ്റ്റാഗ്രാം പ്ലസ് എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ അതായത് സ്റ്റോറീസ്, മെയിനായിട്ട് ഈ ബ്രാൻഡ്സും ബ്രാൻഡഡ് കോണ്ടന്റ്സ് ഉള്ളവർക്കും പിന്നെ ഈ ക്രിയേറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറി ഒരു 24 മണിക്കൂർ 48 മണിക്കൂറാക്കാം. പിന്നെ സ്റ്റോറി ആരൊക്കെ കാണുന്നു എന്നുള്ളത് നോക്കാം. പിന്നെ അനലൈസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയ ഫീച്ചർ വന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് നമ്മുടെ ഈ പോസ്റ്റസ് ഒക്കെ നമ്മുടെ ഗ്രിഡ് എഡിറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ 2025 ഉണ്ടാകുന്ന സംഭവം നമ്മുടെ ഗ്രിഡിൽ മറ്റേത് പിൻ ചെയ്യുന്ന 3 പോസ്റ്റല്ലേ പിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ലത് ഇത് നമുക്ക് അനുസരിച്ച് നല്ല നമ്മുടെ ഈ വൈറൽ കോണ്ടന്റ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ ആ പേജ് എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന രീതിക്ക് നമുക്ക് എഡിറ്റ് ചെയ്ത് വെക്കാണ്, വിച്ച് ഈസ് ഗുഡ്. കാരണം അതാണ്. കാരണം എനിക്കിപ്പോൾ എൻ്റെ തന്നെയാണെങ്കിൽ പോലും ഒരു വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോ റീച്ച് ആവണമെന്നില്ല. അത് കണ്ടിട്ട് ഒരു 10 വീഡിയോ കണ്ടെങ്കിൽ അടുത്ത് റീച്ച് ആവുക. അപ്പോൾ അപ്പോൾ ഇത് വന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാന്ന് റീച്ച് ആയ കോണ്ടന്റ്സ് മാത്രം ഇങ്ങനെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചുമ്പോൾ അക്കൗണ്ട് വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്താ നല്ലൊരു ക്രിയേറ്റർ ആണെന്ന് തോന്നുന്ന രീതിയിലേക്ക് എത്തുന്നു. മനസ്സിലായോ? ലൈക്ക് കാര്യം മനസ്സിലായില്ലേ? കാണുമ്പോൾ ഒരു അമ്പമ്പൂ ഇത്രയും വ്യൂസോ അത്രയുള്ളൂ അവർ ഇത് വരും. നമ്മുടെ അടുത്ത ട്രെൻഡിങ് ആയിട്ട് ന്യൂസ് പറഞ്ഞാൽ നമ്മുടെ ആപ്പിളിന്റെ ഇവന്റ് ഉണ്ടെന്നു ലേറ്റസ്റ്റ് ആയിട്ട്. അതായത് WWDC 2026 എന്ന് പറഞ്ഞ ഇവന്റ് ആണ്, 26 ആണ് നമ്മുടെ ഇവന്റ്. അപ്പോൾ അതിൽ മെയിനായിട്ട് വേണ്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിറിനെ കുറിച്ചും പിന്നെ നമ്മളെ മറ്റേ പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞുള്ള പരിപാടിയാണ്. തന്നെയാണ് വെച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കും ഐഫോൺ എത്തിക്കുക അവരുടെ ഈ പരിപാടിയാണ്. മാർക്കറ്റ് അവരെയും കൂടി പിടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ മറ്റേ എന്താ അതിൻ്റെ പേര്, മാക്ബുക്ക് നിയോ ഇറക്കിയോ. അത് ഈ ചെറിയ പിള്ളേരെ അത്യാവശ്യം ലൈക്ക് ഫണ്ടില്ലാത്ത പിള്ളേർക്ക് കയ്യിലേക്കും അത്യാവശ്യം നല്ലൊരു ആപ്പിൾ എത്തിക്കുക എന്ന് പറഞ്ഞ സംഭവമാണ് മാർക്കറ്റിംഗ് ആണിത്. അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പാരന്റൽ കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ മെയിനായിട്ട് പറഞ്ഞുള്ളത് ഈ സിറിയുടെ കേസാണ്. സിറി അറിയാമല്ലോ, അത്ര വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ, പക്ഷേ സിറി അത്യാവശ്യം നൈസായിട്ടുണ്ട്. ഇന്ന് ഗൂഗിളിന്റെ ജെമിനിയൊക്കെ ആയിട്ട് കൊളാബ് ചെയ്ത് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് അധികം അറിയത്തില്ല. അപ്പം എന്തായാലും ആപ്പിളും ഇപ്പം അങ്ങനെ AI പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ദിവസം പറയുന്നത് നമ്മുടെ NVIDIA കുറിച്ചാണ്. NVIDIA ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയൊരു അനൗൺസ്മെന്റ്സ് ഒക്കെ നടത്തിയത് ഈ RTXും അതുപോലെ മറ്റേ RTX സ്പാർക്കും പിന്നെ അതുപോലെ ലോക്കൽ AI വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസ് ആണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ NVIDIA മറ്റേ AI PCs പുഷ് ചെയ്യാൻ പോവുകയാണ്. അതാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തോ അതായത് NVIDIA സയൻസ് മേജർ മെമ്മറി പാർട്ണർഷിപ്പ്, അതായത് ഇത്രയും കൂടി വർഷത്തേക്ക് ഒരു വലിയൊരു ബിഗ് ഡീല് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഡാറ്റാ സെന്റേഴ്സും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റാമിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്, മെമ്മറി ചിപ്പിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. സോ അത് എല്ലാവർക്കും അറിയാം. അതാണ്. അപ്പോൾ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഡിമാൻഡ് സ്റ്റോക്ക് തീരുക. അതായത് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കുറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും കിട്ടാത്ത അവസ്ഥയാണ്. പിന്നെ പ്രൈസ് ഹൈക്ക് ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി അതൊക്കെ മനസ്സിലാക്കണ്ട് അവർ ഒരു അത്ര വർഷത്തേക്കുള്ള ഒരു സംഭവത്തിലുള്ള അതായത് NVIDIA ഒരു മൾട്ടിപ്പിൾ ഇയർ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുകയാണ്. അതായത് SK Hynix എന്ന് പറഞ്ഞ ഒരു കമ്പനിയൊക്കെ ആയിട്ട്. അതായത് ഈ നെക്സ്റ്റ് ജനറേഷൻ AI മെമ്മറി ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് SK Hynix എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് ഒരു മൾട്ടിപ്പിൾ ഇയേഴ്സ് അഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ പ്രൂഫ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിപ്പോൾ എല്ലാവരും എത്തും. സാംസങ്ങിന്റെ അറിയാമല്ലോ, സാംസങ് എത്ര 1 ട്രില്യൺ ഞങ്ങൾ എത്തിയെന്നാണ് പറഞ്ഞത്. അതും 1 ട്രില്യൺ വാലിഡേഷൻ ഞങ്ങൾ എത്തി. ഈ എന്നതിൻ്റെ പേര്
ഈ റാമും അതുപോലെ തന്നെ ഈ പ്രൊസസ്സറൊക്കെ റാമിന്റെ ഒക്കെ ഒരു പ്രൈസ് ഹൈക്ക് വന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഡിമാൻഡ് ഭയങ്കരമായിട്ടുണ്ടല്ലോ. അപ്പം അത് കാരണം ആണ് ഈ അന്ന് സാംസങ് 1 ട്രില്യൺ വാലിഡേഷനിൽ എത്തിയത്. അതിന് കുറിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫോളോ അപ്പ് ചെയ്യണവർക്ക് അറിയാം. ആൻഡ് അടുത്ത സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റ ഒരു ഏജന്റിനെ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ലോഞ്ച് ചെയ്യാൻ അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞത്, അതായത് ഒന്നുമില്ല, ഈ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഈ അനാലിസിസിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ഈ ചാറ്റ് GPT ഞാനിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ അല്ലെങ്കിൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ചാറ്റ് GPT ക്ലൗഡ് വെച്ചിട്ടാണ്. ഓക്കെ, ഇതിന്റെ അനാലിസിസ് ആയിട്ട് എന്തൊക്കെയാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹുക്സ് ഒക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്, ഈവൻ സ്ക്രിപ്റ്റ്സ് അടക്കം ഞാൻ ഇതെന്നാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ മെറ്റ ഇറക്കി. അപ്പോൾ ഈ ക്രിയേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു കോണ്ടന്റ്സും ഇതൊക്കെ ലൈക്ക് അനാലിസിസ്, അതുപോലെ തന്നെ ഇതിന്റെ ഒരു റിവ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെറ്റ ഏജൻസി വെച്ച് ചെയ്യാന്ന്. മെറ്റ ഒരു സംഭവം ഒരു ഏജന്റ് ഇറക്കി ഫോർ ക്രിയേറ്റേഴ്സ്, അവരെ പരിപാടിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അനാലിസിസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. സോ ആസ് യൂഷ്വൽ എനിക്കറിയാം വീഡിയോ ഭയങ്കര ശോകം മാറുന്നു എന്ന്. എനിക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ പിന്നെ എനിക്ക് മെല്ലി മടിയൊക്കെ ആയി തുടങ്ങിയത് കാരണമാണ്. സോ ഇത്രയൊക്കെയാണുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്കറിയാം ഭയങ്കര മോശമായിരുന്നു വീഡിയോ. പിന്നെ ആ കാലിൽ ചായ പോയ പിന്നെ എനിക്ക് ഭയങ്കര ഒരു മാതിരി തുടങ്ങി. കാലത്ത് ചായ ഷോക്കായി. പിന്നെ ഈ കാലത്ത് നീട്ടിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷോക്കാണ്. ഒന്നാമത് ഈ മഴയൊക്കെ ആയിട്ട് വിളിച്ചൂല, നല്ല മടിയും കൂടിയാണ്. സോ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും നല്ല കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ ന്യൂസൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. റൈറ്റ് നോ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഇത്രയുള്ളൂ. പക്ഷേ മെല്ലെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ എപ്പിസോഡ് 5 ആയിട്ടുള്ളൂ. മേബി ഒരു 50 എപ്പിസോഡൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു രീതിയിലുള്ള സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് എത്താൻ പറ്റും. മറ്റേ വീഡിയോ ഞാൻ കൊടുക്കാം. ഞാൻ മെല്ലെ കുറച്ച് സ്പീഡിലാണ് തോന്നുന്നത് സംസാരിക്കുന്നത്. സോ ഞാൻ ഇങ്ങനെയാണ് കുറച്ച് സ്പീഡിലാണ് സംസാരിക്കുന്നത്. അത് മെല്ലെ മാറണം. സോ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടുള്ള ന്യൂസസ്. ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള നോക്കേണ്ട ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ IPOസിന്റെ കേസും, അതുപോലെ തന്നെ ക്ലോഡിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. കുറച്ച് ഈ ഏജൻസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു പേജിലൊക്കെ ക്ലോഡ് ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്യാം. നോക്കിയൊക്കെ നല്ലതാണ്. കറണ്ട് വയ്ക്കേണ്ടതും അതുപോലെ തന്നെ കുറച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ നല്ലതാണ്. കാരണം AR എന്നവർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട് ഇപ്പോൾ. അത് കാരണമാണ് പറയണത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും, ഒരു ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു ഇന്ററാക്ഷൻ ഒക്കെ നടത്താമെന്നാണ്. 10 വ്യൂസ് ഉള്ളൂ. 5 വ്യൂസ് ഞാനാണ്. 5 പേര് വീഡിയോ കാണുന്ന 5 അല്ലെങ്കിൽ 10 പേര് ഒന്ന് കമന്റ് ചെയ്താൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത്രയൊക്കെയാണുള്ളൂ വീഡിയോ. ഞാൻ ഞാനത്തെ ഹ്യൂമൻ അച്ചീവ്മെന്റെയും അതുപോലെ തന്നെ ആ ഒരു ഇതിൻ്റെയും എന്നിട്ട് ആ ഒരു വെള്ളത്തിൻ്റെയും അതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളില്ലേ, അപ്പോൾ അതിൻ്റെ ഒക്കെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കാരണം കുറച്ച് തിരക്കായ കാരണമാണ്. അപ്പോൾ മടി അത് കാരണമാണ് ഞാനത് ഒരു 1 വീക്കിനുള്ളിലാണ്. സോ അത്രയുള്ളൂ. ബൈ.